ഹായ് എവരി വൺ. നോക്കി, ഇന്ന് നല്ലൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പർ വരിക്കച്ചക്കയാണ്. അതിൻ്റെ കളർ കണ്ടിട്ടുണ്ടോ? നല്ല നിറമല്ലേ, നല്ല മഞ്ഞ കളർ, നല്ല വിളഞ്ഞു വെഴുത്ത ഒരു ചക്ക. അതുകൊണ്ട് തന്നെ ഈ ചക്ക എന്തായാലും തിന്ന് തീർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ച്. നല്ല കളറുണ്ട്, നല്ല നല്ല സൂപ്പർ ചക്ക കേട്ടോ. അങ്ങനെ ഞാനതിനെ വരട്ടുന്നതിന് വേണ്ടി അതിനെ പൊളിച്ചെടുത്ത് അരിഞ്ഞെടുത്ത് വെച്ച്, അരിഞ്ഞൊക്കെ എടുത്തപ്പോൾ അതിൻ്റെ കളർ കണ്ടിട്ടോ, അടിപൊളിയല്ലേ കളറ്. അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഞാൻ ഇതിനെ കുക്കറിലേക്ക് ഒന്ന് വച്ച് വേവിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അതിനുവേണ്ടി കുക്കറൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുക്കറിലേക്ക് ആക്കി ഞാൻ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല. കാരണം മഴയായതുകൊണ്ട് തന്നെ ഈ ചക്കയിൽ നല്ല വെള്ളമുണ്ട്. മഴവെള്ളം അല്ലാതെ ചക്കയിലെ വെള്ളം തന്നെയാണ്. അപ്പം ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ വെച്ചിരുന്ന്, അത് നോക്കുമ്പോൾ വെള്ളം ഇറങ്ങുന്നു. അതുകൊണ്ട് പിന്നെ അങ്ങ് ഞാൻ അടച്ചു വെച്ചു. ഒറ്റ വിസിലിൽ വെന്തു, ഒറ്റ വിസിൽ തന്നെ വെന്തു. ഞാൻ പറഞ്ഞില്ലേ, ചക്കയിൽ വെള്ളം കണ്ട വേവിച്ചെടുത്തതാണ്. ഭയങ്കര വെള്ളമുണ്ട്. അപ്പോൾ ചക്കയുടെ വെള്ളം ആയതുകൊണ്ട് പിന്നെ അത് കളയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ കളഞ്ഞില്ല. ഞാൻ അതിനെ മിക്സിയിലേക്ക് ഇട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഉരുളിയിലേക്കാക്കി. ഈ ഉരുളി മുട് കെട്ടിയുള്ള നല്ല ഒരു ഉരുളിയാണേ. അപ്പോൾ ഞാൻ അതിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിൽ നെയ്യൊക്കെ ഒഴിച്ച് ഭയങ്കരമായിട്ട് തെറിക്കുന്നുണ്ട്. തെറിച്ചപ്പോൾ കൈയൊക്കെ അങ്ങ് വെന്ത്. അതുകൊണ്ട് ഞാൻ തോർത്തിട്ട് എൻ്റെ കൈ ചുറ്റി. അപ്പം തെറിക്കുന്നത് തോർത്തിലല്ലേ ഉള്ളൂ. അങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ചക്കയുടെ വെള്ളം അത്രയും വറ്റുന്നത് വരെ ഈ തെറിക്കുന്ന ഒരു പ്രവണത അതിനുണ്ട്. ഞാനൊരു 150 ഗ്രാം നെയ്യോളം കൂടി നെയ്യെങ്കിലും ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്, പല ഘട്ടങ്ങളിലായിട്ട് കേട്ടോ. ഈ നെയ്യ് തന്നെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത നെയ്യാണേ. എന്തിനാണ്, അത്രയ്ക്കും സൂപ്പറായിട്ടുള്ള നെയ്യാണേ. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതൊന്നുമല്ല, ഞാൻ തന്നെ ചെയ്ത നെയ്യാണ്. വരട്ടി ഏകദേശം അതൊരു പരുവത്തിലായി, വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ഇതൊരു ഭയങ്കര പണി തന്നെയാണ് കേട്ടോ. ഒരു 4 മണിക്കൂർ എടുത്ത് ഞാൻ ഇത്ര ചെയ്യാൻ. കാരണം വേവിച്ചതിന് ശേഷം തന്നെ തണുത്തിട്ട് അടിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരുപാട് താമസം എടുക്കും. ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൊടിയാണ് വാങ്ങിച്ചത്, ശർക്കര. അല്ലെങ്കിൽ പിന്നെ ശർക്കര ചീകി പാനിയാക്കി പിന്നെ അതിൻ്റെ വെള്ളം കൂടെയൊക്കെ വറ്റിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ജോലിയായി പോകും. കാരണം അതുപോലെ ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം കൂടുകയും ചെയ്യും. ചക്കയിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ അംശം കൂടുകയും ചെയ്യില്ലേ. അതുകൊണ്ട് ഞാൻ പൊടി നല്ല പൊടി. അതാണ് അവർ നന്നായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടിയെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അതാണ് ഉപയോഗിച്ചത്. ഞാൻ വേറെ ഒന്നും, ഈ 3 സാധനങ്ങളല്ലാതെ ഒന്നും ഉപയോഗിച്ചിട്ടില്ലേ. ഏലക്കായ് ഒന്നും ഇട്ടിട്ടില്ല. കാരണം നമ്മൾ ഇത് അടുത്ത പ്രോസസ്സ് ചെയ്യുമ്പോൾ മാത്രം ഏലക്കായൊക്കെ ഇടാമെന്ന് കരുതി. ഇപ്പം ഞാൻ വരട്ടി വയ്ക്കുന്നതേ ഉള്ളൂ. ഇതിൽ നിന്ന് തന്നെ ഹൽവ വേണമെങ്കിലും ആക്കാം നമുക്ക്. ഹൽവയ്ക്കുള്ള സാധനങ്ങൾ ഇതിൽ ചേർത്താൽ ഹൽവ രൂപത്തിൽ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ കൊടുക്കാൻ പറ്റും. അങ്ങനെ വരണ്ട് വരുന്നുണ്ട്. നന്നായിട്ട് വരണ്ട് വരികയാണ്. ഈ ഒരു സ്റ്റേജിലേക്ക് വന്നു. വീണ്ടും ഞാൻ നെയ്യ് ഒഴിക്കുന്നുണ്ട് അതിൽ. വീണ്ടും നെയ്യ് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്ത്, ഞാൻ വരണ്ട് വന്ന ഘട്ടത്തിൽ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്ത് കൈ എടുക്കാതെ ഇളക്കുകയാണ്. നമ്മളൊരു 4 മണിക്കൂർ പാടുപെട്ടാലും നല്ല നമുക്ക് വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമല്ലേ അത്. അതുകൊണ്ട് തന്നെ അതൊരിതാണ്. ഞാൻ പിന്നെ ഈ ടിപ്പ് പറഞ്ഞു തന്നിട്ടുണ്ടേ. കയ്യിലിങ്ങനെ നല്ല തോർത്താണ് കേട്ടോ. പുറത്തെടുത്ത് ചുറ്റി. അപ്പം അതിനകത്ത് വേറെ പൊടിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ കയ്യിൽ തെറിക്കാതിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് പിറ്റേന്ന് കൈ എടുത്ത് വെളിയിൽ കൊണ്ടിറങ്ങാൻ പറ്റില്ല, അത്രയും പൊള്ളലായിരിക്കും.
നല്ലൊരു രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ സ്ട്രക്ചർ കണ്ട നല്ലൊരു ഉരുണ്ട ഒരു രൂപത്തിലേക്ക് അത് വന്നിട്ടുണ്ട്. കണ്ട അപ്പോൾ നമുക്ക് വരണ്ടു വന്നോന്ന് അറിയാനായിട്ടൊരു വാഴയില എടുത്തുകൊണ്ടൊന്ന് കഴുകി തുടച്ച്, പച്ചവെള്ളത്തിൻ്റെ അംശം ലേശവും ഇതിനകത്ത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഇളക്കുന്ന മരത്തവി വരെ ഞാൻ കഴുകിയതിന് ശേഷം ഈ ഗ്യാസിൽ കാണിച്ച് ചൂടാക്കിയാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഒരു പച്ചവെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇതിനകത്തില്ല. ചക്കയിലെ വെള്ളം അതും കുക്കറിൽ വെച്ച് വേവിച്ചതാണ്. അപ്പം അത് ചൂടായില്ലേ. അപ്പം ഞാൻ ഒരു വാഴയില എടുത്തുകൊണ്ട് വന്ന് കഴുകി അതിനെ പിന്നെ തുണി കൊണ്ടൊക്കെ തുടച്ച് ശേഷമാണ് ഞാൻ ഇതിൻ്റെ പരുവം നോക്കുന്നത് അതിൽ വെച്ച്. കാരണം ഞാൻ ഹോർലിക്സ് ഉപ്പി കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് പോലും ഞാനൊരു തുള്ളി വെള്ളത്തിൻ്റെ പ്രസൻസ് വെച്ചിട്ടില്ല. കണ്ട എൻ്റെ കൈ. അടിപൊളി ആയിട്ട് വിട്ട് വരുന്നല്ലേ ശരീരത്തിൽ നിന്ന്. അത് ആ ഉരുളിയിൽ നിന്ന് നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. മൂട് കട്ടിയുള്ള പാത്രം ആയതുകൊണ്ട് തന്നെ ഒരു ലേശം അതിനകത്ത് അടിയിൽ പിടിക്കില്ല. ആ വാഴയില കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കൂ, നന്നായിട്ട് ഞാൻ അമർത്തിയാണ് ഇത് എടുക്കുന്നത് വാഴയില. അതിനകത്ത് നെയ്ഡംശം അല്ലാതെ ലേശം ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഞെക്കി നോക്കിയാൽ വന്നിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് പിന്നെ വീണ്ടും ഒരു 15 മിനിറ്റ് കൂടെ അതിനെ വരട്ടി. ലേശമില്ല. അപ്പോൾ ഇത് കറക്റ്റ് ടെക്സ്ചറിൽ എത്തിയിട്ടുണ്ട്. നല്ല ഒരു ബോളിൻ്റെ രൂപത്തിലേക്കും എത്തിയിട്ടുണ്ട്. ലേശം പോലും വല പോലും ഇല്ലാത്ത ചക്കയാണ് കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നന്നായിട്ടത് ചെയ്തെടുക്കാൻ പറ്റിയത്. സൂപ്പർ തന്നെ. കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയുമോ? എങ്ങനെയുണ്ട്? ഇഷ്ടമായെങ്കിൽ എല്ലാവരും അഭിപ്രായം പറയണേ. നല്ലൊരു കേക്കിൻ്റെ രൂപത്തിലേക്ക് വന്നിട്ടുണ്ടല്ലേ. താങ്ക് യു.